മാന്യപ്രേക്ഷകരെ നമസ്കാരം. ഞാനിന്ന് കുംഭമേള നഗരിയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. നോക്കൂ, നമ്മളെല്ലാവരും കൃതജ്ഞതയോടെ അതല്ലെങ്കിൽ പാദനമസ്കാരം ചെയ്തുകൊണ്ട് തന്നെ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എൻ്റെ കൂടെയുള്ളത്. എല്ലാവർക്കും അറിയണ്ടായിരിക്കും, തിരൂർ ദിനേശിയാണ്. തിരൂർ ദിനേശി ഇവിടെ നമ്മുടെ കേരള കുംഭമേള നടക്കുമ്പോൾ, മഹാമാഘ ഉത്സവം നടക്കുമ്പോൾ നമ്മളെല്ലാവരും ആദരവോടുകൂടി കേൾക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് എന്നുള്ളത് ദിനേശി തന്നെ വിവരിക്കും. ആ ഒരു സെഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ശിവക്ഷേത്രത്തിന്റെ ഇവിടെയാണ് ദിനേശിയുടെ ചുമതലയുള്ളത്. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ തിരൂർ ദിനേശി തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, കേൾക്കാം നമ്മൾക്ക്. ദിനേശി നമസ്കാരം. നമസ്കാരം. ദിനേശി, മഹാമാഘം ഇവിടെ മഹോത്സവം നടക്കുന്ന പോലെ തന്നെ കേരള കുംഭമേള എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ തന്നെ ഇത് ഈ വർഷം മാത്രമാണ് ഇത്ര കണ്ട് ജനബാഹുല്യം ഉള്ളത്, അല്ലെ? പക്ഷെ ഒരുപാട് വർഷങ്ങളായി തിരൂർ ദിനേശിയുടെ നേതൃത്വത്തിലും മറ്റൊട്ടേറെ ആളുകളുടെ നേതൃത്വത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എങ്ങനെയാണ് ഈ തിരക്കിലേക്ക് എത്തിപ്പെട്ടതിന് മുൻപുള്ള കാലം മുതൽ പറയുകയാണെങ്കിൽ? ആ തിരക്കിലേക്ക് എത്തിപ്പെട്ട കാലത്തെ കുറിച്ച് ഓർക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു ആത്മഹർഷത്തിന്റെ ഒരു വികാരം നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കുകയാണ്. മഹാമണ്ഡലേശ്വർ സംപൂജ്യ സ്വാമി ആനന്ദവനം ഭാരതിയുടെ ഒരു ഇടപെടൽ, അതുപോലെ തന്നെ ലോകഗുരുവായ ഭാരതാംബ എന്ന് തന്നെ പറയാം, പള്ളിക്കാവിലെ അമ്മ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി അമ്മ, ഇവര് രണ്ട് ആളുകൾ, ഈ രണ്ട് മഹത്തുക്കളും കൂടി ഒന്നിച്ചു ചേർന്ന ഒരു വിചാരത്തിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന കേരള കുംഭമേള എന്ന് തന്നെ പറയാം. അതോടൊപ്പം ഞാൻ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ അമ്മയുടെ മക്കൾ, അമ്മയുടെ ശിഷ്യന്മാർ, സേവകർ, അതുപോലെ തന്നെ സേവാഭാരതിയുടെ പ്രവർത്തകർ, ഒരു വലിയൊരു കൂട്ടം പ്രവർത്തകരുടെ ഒരു ശ്രമഫലമായിട്ടാണ് ഇന്ന് കേരള കുംഭമേള എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മേള നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുംഭമേളയുടെ ആ ഒരു ഊർജം നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ കുംഭമേള എന്ന് പറഞ്ഞപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു. ഇത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന വലിയൊരു മേളയായിട്ട് മാറും. അത് കേരളത്തിന്റെ തന്നെ ചിദാനന്ദപുരി സ്വാമിയുടെ 2016 ഒരു വാക്യം ഉദ്ധരിക്കുകയാണെങ്കിൽ, ഇത് കേരളത്തിന്റെ ഭാഗ്യജാതകം തുറന്ന ഒരു മേളയാണ്. ഇവിടെ ആത്മഹർഷത്തോടെയാണ് ഞാൻ ഈ മണൽപ്പരപ്പിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിന്റെ ചെയർമാനാണ്. അത് മാത്രമല്ല, ഇതിനു വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ത്രിമൂർത്തി സംഗമ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. പ്രദീപ് തവനൂർ ഉൾപ്പെടെയുള്ള ഒരു ശക്തമായ ഒരു ടീം ആ ട്രസ്റ്റിലുമുണ്ട്. പിന്നെ സംഘാടക സമിതി എന്ന് പറയുമ്പോൾ 2016 മുതൽ തന്നെ മാതാ അമൃതാനന്ദമയിയുടെ താനൂർ മഠത്തിലെ മഠാധിപതി സംപൂജ്യ സ്വാമിനി അമ്മ അതുല്യാമൃത പ്രാണാജിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കരുത്തും ശക്തിയും. ഇത് ദിനേശൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. അമ്മയുടെ ഒരു സങ്കല്പമുണ്ട്. അമ്മയുടെ ആ സങ്കല്പമാണ് ഇവിടെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചട്ടുകമായി ഞാൻ മാറി എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാലത്തിന്റെ അനുസരിച്ച്. ഇത് 2014-15 കാലഘട്ടത്തിൽ നിലപാട് തറയെക്കുറിച്ചൊരു പഠനം നടത്തുകയാണ്. ഈ പഠനം നടത്തുന്നതിന്റെ ഇടയിലാണ് ഈ മാമാങ്കത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. നമ്മളെല്ലാം കേട്ട ചരിത്രം, ചാവേറുകൾ വന്ന് ചോരമണക്കുന്ന മാമാങ്കത്തിന്റെ ഐതിഹ്യവും ചരിത്രവും നമുക്ക് കേട്ടിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് സംഘകാല രചനകളായ ദിവ്യപ്രബന്ധം, അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരി 1810 ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് എഴുതി കൊടുത്ത ഒരു കൈപ്പീത്ത്, ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള സംഘകാല രചനകൾ, ഇതെല്ലാം പരിശോധിക്കുന്ന സമയത്ത് ചോര മണക്കുന്ന മാമാങ്കമല്ല യഥാർത്ഥത്തിൽ ഇത് കുംഭമേളയ്ക്ക് സമാനമായി ദക്ഷിണ ഭാരതത്തിൽ നടന്നു വന്നിരുന്ന അതിപുരാതനവും കേരളത്തിലെ ഏക നദീ ഉത്സവമാണ് എന്ന് മനസ്സിലാവുകയാണ്. ഇതിന്റെ എല്ലാ തെളിവും ശേഖരിച്ചപ്പോഴാണ് ഇനി ഇത് എങ്ങനെ നമുക്കിത് AD 1766 ഒടുവിലെ മാമാങ്കം നടന്നത്. അപ്പൊ നമ്മൾ ചരിത്രരേഖ പരിശോധിച്ചാൽ AD 1755. എന്നാൽ സാമൂതിരിപ്പാടിന്റെ താളിയോല ഗ്രന്ഥങ്ങൾ ആധാരമാക്കിയിട്ട് ആ ഗ്രന്ഥത്തിൽ കണ്ട പ്രകാരം ഡോക്ടർ NM നമ്പൂതിരി, എന്റെ ഗുരു കൂടിയാണ്, NM നമ്പൂതിരി പറയുന്നത് 1766 ഒടുവിലെ മാമാങ്കം നടന്നത് എന്നാണ്. അതിനുശേഷം പൂർണ്ണമായും മലയാളി തന്നെ ആ ചരിത്രം തന്നെ വളച്ചൊടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് തിരിച്ചു കൊണ്ടുവന്നാൽ ഈ നാടിന് എങ്ങനെ ഗുണം ചെയ്യും എന്ന ഒരു ചിന്തയാണ് എനിക്കുണ്ടായത്. അങ്ങനെ 2016 22 ആളെ വെച്ചാണ് ഈ ഭാരതപ്പുഴയുടെ ഉത്സവം ഞാൻ തുടങ്ങിയത്. അന്ന് കുമ്മനം രാജശേഖരൻ അദ്ദേഹമാണ് ഇതില് നിളാ നദിക്ക് ആദ്യമായി പുഷ്പാർച്ചന നടത്തിയത്. ഒരു വൈകുന്നേരമായിരുന്നു, അതൊരു മക ദിവസമായിരുന്നു. മാത്രമല്ല വിപിൻ കുടിയത്ത്, അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു നോട്ടീസ് അടിക്കാൻ കൂടെ പൈസയില്ല.
ഈ സമയത്താണ് നിളാവിചാരവേദിയുടെ അമരക്കാരനായിട്ടുള്ള ശ്രീ ബിപിൻ കൂടിയടത്ത് ബ്രോഷർ അടിച്ചു തരികയാണ്. അവരും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയായിട്ട് അത് പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഹകരണം വലിയ രീതിയിൽ നമുക്കുണ്ടായി. അദ്ദേഹം തന്നെയാണ് കുമ്മനത്തിനെ ഈ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ 2017 നമുക്ക് നടക്കാൻ സാധിച്ചില്ല. അവിടെയാണ് പറയുമ്പോൾ ഞാനിത് പറയുമ്പോൾ എപ്പോഴും ഒരു വല്ലാത്തൊരവസ്ഥയിൽ വരും. 2017 ഈ നദിയുടെ ഉത്സവം തുടർച്ചയായി നടത്താൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്ന ആളുകൾ, ഞാൻ ഭ്രാന്തനാണ്, ഈ ഭ്രാന്ത് കൊണ്ട് ഈ ആളുകൾ ഇതിനും ഇറങ്ങി പുറപ്പെടരുത് എന്ന് പറഞ്ഞ ആളുകൾ പലരും ഇന്ന് ഈ കുംഭമേളയുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഒരു ആശ്വാസം പകരുന്നത്. ഞാൻ ഭ്രാന്തനല്ല, എന്റെ ഭ്രാന്താണ് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്നത്. ആ ഭ്രാന്തിന് കുറെ കൂടി മരുന്നിട്ട് തന്നത് യഥാർത്ഥത്തിൽ മഹാമണ്ഡലേശ്വറും അതുപോലെ തന്നെ അമ്മയുമാണ്. സംഭൂജ സ്വാമിനി അതുല്യാമൃത പ്രാണാജി കൂടെ ഉണ്ട്, ഈ ഭ്രാന്തിന്റെ കൂടെ ഉണ്ടായി. അതുകൊണ്ട് ഇത് തന്നെ ഒരു വലിയ ഒരു ഉത്സവമായിട്ട് മാറുകയാണ്. ഇത് ലോകാവസാനം വരെ ഈ ഉത്സവം കൊണ്ടാടും. അത് ഈ ഭാരതത്തിൽ, ഈ കേരളത്തിൽ, ദക്ഷിണ ഭാരതത്തിൽ തന്നെ വലിയ മാറ്റത്തിന് ഇടവരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിനേശി, നമ്മൾക്കറിയാം ഇതിപ്പോ ഈ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന വർഷങ്ങളിൽ എങ്ങനെയാണ് ഇതിന്റെ ചിട്ടപ്പെടുത്തലുകൾ? കാരണം മുൻപേ തന്നെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടല്ലോ, അതെങ്ങനെയാണ് വിവരിക്കുകയാണെങ്കിൽ മാന്യപ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. 2026 10ാം വർഷത്തിലാണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. മാത്രമല്ല അടുത്ത വർഷവും, ഇന്നലെ മണ്ഡലേശ്വർ പറയുണ്ടായി, അടുത്ത വർഷവും മാറ്റം ആഘോഷിക്കും. അപ്പൊ നമുക്ക് എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ മഹാമണ്ഡലേശ്വരും അതുപോലെ തന്നെ അമൃതാനന്ദമയി ദേവിയും ഒക്കെ എല്ലാ വർഷവും ആഘോഷിക്കണം എന്ന രീതിയിൽ തന്നെ ആയതുകൊണ്ട് അടുത്ത മാമാങ്കവും അടുത്ത മാഘ ഉത്സവവും ഇതേ രീതിയിൽ തന്നെ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2016 യുക്തമായ സമയത്താണ് ഇത് ആഘോഷിച്ച് തുടങ്ങിയത് എന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വളരെ എപ്പോഴാണോ നിങ്ങളിത് തുടങ്ങിയത് അത് യുക്തമായ ഒരു ടൈമിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12ാം വർഷം എന്ന് പറയുന്നത് 2028 2028 നേരത്തെ ഞങ്ങൾ മണ്ഡലേശ്വർക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ചെയ്തിരുന്നു. 2028 12ാം വർഷത്തിൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന നദിയുടെ ഉത്സവം നടത്തണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ഒരുപക്ഷെ മണ്ഡലേശ്വർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇതൊരു വലിയൊരു ഉത്സവമായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന തരത്തിൽ, ലോകം മുഴുവൻ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന തരത്തിൽ ഒരു വലിയൊരു ഉത്സവമാക്കി മാറ്റാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കോടാനുകോടി ആളുകൾ എത്തിച്ചേരുന്ന തരത്തിലേക്ക് ഇത് മാറും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ചില വാർത്തകളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ കേസ് വരും നോക്കിയാൽ മതി. അവിടെ ഇപ്പൊ തന്നെ പഞ്ചായത്തിന്റെ ആളുകളൊക്കെ ഉണ്ട്, അവിടെ കരട് ഇവിടെ കരട് എന്നൊക്കെ പറയും. ഇതിനെതിരായിട്ട് ഒരു കുറെ ടീം വേറെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ വേണം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ വേണം, വലിയ പദ്ധതികൾ വേണം. വെറും മാഘമക മഹോത്സവം അല്ലെങ്കിൽ കുംഭമേള ആഘോഷിച്ചു പോവുകയല്ല. ആ കുംഭമേള നടക്കുന്നതോടുകൂടി തന്നെ ഈ 2 ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റിന് കൂടി കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ദിനേശി, അതുപോലെ നമ്മൾക്കറിയാം ഇതിപ്പോ ഈ കേരള കുംഭമേള എന്ന് പറയുന്ന സ്റ്റൈലിൽ ഈ വർഷം നടക്കുന്നുണ്ട്. ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതിപ്പോ കുംഭമേള ആയിട്ടുണ്ടോ അതോ മഹാമാഘ ഉത്സവം മാത്രമായിട്ടാണോ? അത് എങ്ങനെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി വിവരിക്കുകയാണെങ്കിൽ? മാഘമഹോത്സവം എന്ന രീതിയിലാണ് ഇത് ഈ കൊല്ലം നടത്തുന്നത്. മക മഹോത്സവം, മാഘമഹോത്സവം എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം ഒരു കുംഭമേളയുടെ ഒരു ഏതാണ്ട് ഒരു സാമ്യതയുള്ള, ഇപ്പൊ കാശിയിൽ നിന്നൊക്കെ വന്നവരാണ് ഈ ആരതി ഒഴിയുന്നത്. 2 ഭാഗത്തും, തിരുനാവായാലും തവനൂരിലായാലും അവരാണ് ഒഴിയുന്നത്. അപ്പൊ ഒരു കുംഭമേള കണ്ട ഒരു പ്രതീതി തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് കുംഭമേള എന്ന് പറയുന്നത് കൊണ്ട് വലിയ വിരോധമില്ല എന്ന് തോന്നുന്നു. അതേസമയം കുംഭമേളയുടെ 2 ഐതിഹ്യങ്ങൾ 2ആണ്. എന്നാൽ ഈ 2 ഐതിഹ്യമുള്ള മേളകളും നദീ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കുംഭമേള എന്ന് പറയുന്നത് കൊണ്ട് അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് എതിർക്കേണ്ട ഒരു കാര്യവും ഇല്ല. പല ഭാഗത്തുനിന്നും അങ്ങനെ ഒരു എതിർപ്പ് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് കുംഭമേളയാണോ എന്ന് സംശയിക്കുന്നത്. പക്ഷെ കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവം തന്നെയാണിത്. അത് കുംഭമേള എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഇത് വലിയൊരു വൈറലായി മാറുക. ഇത് വൈറലായി മാറാൻ ഇത് ഒരു എന്താ പറയാ, പരാശക്തിയുടെ ഒരു നിയോഗപ്രകാരമാണ് ഈ കുംഭമേള എന്ന പേരൊക്കെ വരാൻ സാധിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിക്ക്
അങ്ങനെ പറയാൻ തോന്നിച്ചതൊക്കെ ആ പരാശക്തിയുടെ ഒരു കൽപ്പനയാണ് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരു ഹിന്ദു ഏകീകരണത്തിന് തുടക്കം കുറിച്ച, എനിക്ക് തോന്നുന്നു, കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണത്. കേരളത്തിലെ സനാതന ധർമ്മ മൂല്യങ്ങൾക്കെതിരെ, സനാതന ധർമ്മത്തിനെതിരെ, ഹിന്ദുത്വത്തിനെതിരെയൊക്കെ പല ഭാഗത്തു നിന്നും ശക്തമായ ഒരു എതിർപ്പുകളും പരിഹാസങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു ഘട്ടത്തിലാണ് ഇവിടെ ഈ കേരളത്തിന്റെ അതും ഉണ്ട്. കേരളത്തിന്റെ മധ്യഭാഗമാണിത്. പഴയകാല കേരളത്തിന്റെ മധ്യഭാഗത്ത് ഹിന്ദു ജനസാമാന്യം ഒന്നിച്ചു കൂടുന്ന ഒരു ഏക മനോഭാവത്തോടുകൂടി, ഭക്തിയോടുകൂടി ഒന്നിച്ചു ചേരുന്ന ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് അടുത്ത വർഷവും ഉണ്ടാവും. മാഘമക മഹോത്സവം അല്ലെങ്കിൽ മാഘ ഉത്സവം എന്ന രീതിയിൽ തന്നെ നടത്തും. അത് യാതൊരു സംശയവുമില്ല. 2028 ഇത് ഒരു വലിയ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുന്ന തരത്തിലേക്ക് ഒരു വലിയ ഉത്സവമാക്കി മാറ്റും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ആലോചനകളും നടക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പറയുകയുണ്ടായി. മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അദ്ദേഹവും ബന്ധപ്പെട്ട സന്യാസി സമൂഹവും മാതാ അമൃതാനന്ദമയി അമ്മയും ഒക്കെ ചേർന്ന് ഇതിനൊരു ഏക രൂപമുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് ഹിന്ദു സമൂഹത്തിന്റെ ശക്തിയുടെ പ്രതീകമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾക്കറിയാം, ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഒരു സ്റ്റേ കൊണ്ടുവന്ന് ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. അതുപോലെ രണ്ട് കാര്യങ്ങളെ കൂട്ടിച്ചേർത്തിനൊക്കെയുണ്ട്. അതുപോലെ മഹാഭാരത പുഴയെ മലിനമാക്കും എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഈ ഒന്ന് ആരോപണമാണെങ്കിൽ ഒന്ന് എതിർപ്പായിരുന്നു. ഇതിനെ എങ്ങനെയാണ് ദിനേശ് ചേട്ടൻ വിവരിക്കുകയാണെങ്കിൽ? അപ്പോ നമുക്കറിയാം, നമുക്കിവിടെ ശക്തമായ സംവിധാനങ്ങളുണ്ട്. സേവാഭാരതി അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സേവാഭാരതിയുടെ നൂറുകണക്കിന് വളണ്ടിയർമാർ ഈ ഭാരതപ്പുഴയിലുണ്ട്. അതുപോലെ തന്നെ മാതാമൃതാനന്ദമയി അമ്മയുടെ മക്കൾ രാവും പകലും ഇല്ലാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ചിട്ട് ഇതിനെ സജീവമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ആളുകൾ സ്വയം സേവകരായി മാറുകയാണ്. അപ്പൊ ആ രീതിയിൽ സേവന മനോഭാവമുള്ള നൂറുകണക്കിന് ആളുകൾ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ഈ പറയുന്ന തരത്തിൽ ആരോപണം ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നാളെ ഇത് അവസാനിക്കുകയാണ്. നാളെ വൈകുന്നേരം 8 മണിയോടുകൂടെ ഇവിടെ ക്ലീൻ ആവും. പക്ഷേ ഇതുവരെ ഇത്രയും ദിവസം വരെ ഒരാൾക്ക് പോലും ഒരു ആക്ഷേപവും ഉണ്ടായിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥനും ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ അറിയുമ്പോൾ ഇത് എത്രമാത്രം ചിട്ടയോടെയാണ് കൊണ്ടു നടന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇത് ആരോപിക്കുന്നവരും പോലും അത് പറയേണ്ടില്ലായിരുന്നു എന്ന രീതിയിൽ, കാരണം അവരുടെ വീട്ടിലുള്ള ആളുകൾ ഇതിന് പങ്കെടുത്തിട്ടുണ്ട്, ഇവരും പങ്കെടുത്തിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്നവരും വിട്ടുനിന്ന് ഇത് പങ്കെടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് ഗംഭീരമായിരുന്നു, അന്ന് ഇതൊക്കെ വെറുതെ ആയിരുന്നു, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. നോക്കൂ, ഒരു ദിവസം ഒരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് പറയാണ്, ഒരു ദിവസം 6000 രൂപയാണ് അധിക കളക്ഷൻ. ഇവിടെ വീടിന്റെ പടിക്കൽ തണ്ണിമത്തം വിൽക്കുന്ന ആൾക്കാർക്ക് ചുരുങ്ങിയത് 5000 രൂപ ഒരു ദിവസം കിട്ടുന്നു. അവിടെ ജാതി മതങ്ങളൊന്നും നോക്കുന്നില്ല. ഇത് നമ്മുടെ ഒരു ഉത്സവമാണ്. പക്ഷെ ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഉത്സവമാണ്. അതിനോട് കൂടിച്ചേർന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദി കൂടി ഞാൻ അറിയിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് നടത്തേണ്ട ഉത്സവമാണ്. കാരണം ഇതിന് എതിർപ്പ് പറയും, ഇതിന് ഇപ്പൊ മുസ്ലിം മതസ്ഥരായാലും ശരി, അവരൊന്നും ഇതിനൊരു എതിർപ്പ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരിതിന് സപ്പോർട്ട് തന്നെ തുടക്കം മുതൽ അങ്ങനെയാണ്. 2016 മുതൽ തുടങ്ങിയപ്പോഴും ചില ഭാഗത്തുനിന്നും ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നല്ലാതെ മുസ്ലിം സമൂഹം ഒന്നും ഇതിനൊന്നുമല്ല, ഒരു പൂർണ്ണ സപ്പോർട്ടാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിന്റെ ഗുണം അനുഭവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇവരൊക്കെ തന്നെയാണ്. ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാര്, അവർക്ക് നിൽക്കാൻ നേരമില്ല എന്നാ പറയുന്നത്. ഓരോ കടകൾ എവിടെ, കുറ്റിപ്പുറം, തിരൂര്, എടപ്പാള്, ഹോട്ടലുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുക. എന്താ, ഇവിടെ വരുന്ന ആളുകൾ കൊണ്ട്. അപ്പൊ ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണ്. ഇത് നമ്മുടെ നാടിന് ഒക്കെ ഗുണം ചെയ്യുന്നതാണ്, സർക്കാരിന് ഗുണം ചെയ്യുന്നതാണ് മനസ്സിലായി. ഇനി വെളിവ് വരേണ്ടത് സർക്കാരിനാണ്, കേരള സർക്കാരിനാണ്. ഇനിയിപ്പോ ഈ ഗവൺമെന്റ് ആയാലും ശരി, വരാനിരിക്കുന്ന ഏത് ഗവൺമെന്റ് ആയാലും ശരി. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഈ കാര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. സുരേഷ് ഗോപി സാർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ വേണം. ഇത് വെറും നദി ഉത്സവമായിട്ട് നടത്തിക്കൊണ്ടുപോയാൽ പോരാ, കുംഭമേള ആയിട്ട് നടത്തിക്കൊണ്ടുപോയാൽ മാത്രം പോരാ.
അതോടൊപ്പം തന്നെ ഈ നാടിന്റെ വികസനവും വേണം. അപ്പോഴേ ഈ കുംഭമേള കൊണ്ട് നാടിനും ഗുണം ചെയ്യുകയുള്ളൂ. അതും കാലം ഏത് കാലത്തും അനുസ്മരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം. ഒരുപാട് നന്ദി ദിനേശ്. കാരണം ഇത്രയും വലിയ ഒരു കുംഭമേളയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഇതിന്റെ തുടക്കമായാലും അതിന് ഇടയ്ക്ക് ചേർന്നുകൊണ്ട് ദിനേശ് നടത്തിയിട്ടുള്ള ആ ഒരു സ്തുത്യാർഹമായിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ, അത് എത്ര പറഞ്ഞാലും നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നതാണ്. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.